ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിറ്റിക്കൽ ടെക്കിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ GDP ഡേറ്റ നമ്മുടെ മാർക്കറ്റിനെ വലിയതായിട്ട് രീതിയിലൊന്നും ബാധിച്ചിട്ടില്ല. നിഫ്റ്റി ഇന്ന് പ്ലസ്സിലാണ്, ഏകദേശം പറഞ്ഞാൽ 124 പോയിന്റോളം പ്ലസ്സിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ബാങ്ക് നിഫ്റ്റിയും ക്ലോസ് ചെയ്തിരിക്കുന്നത് 30-40 പോയിന്റിലാണ്. ഫിൻ നിഫ്റ്റി ഒരു 63 പോയിന്റിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ മാർക്കറ്റൊക്കെ പ്ലസ്സിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇറക്കമൊന്നും ബാധിച്ചിട്ടില്ല. കൃത്യമായിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ അറിയാൻ പറ്റും. നമ്മുടെ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലൊക്കെ സെല്ലിങ് മോർണിംഗിൽ വന്നെങ്കിൽ കൂടി ആ സെല്ലിങ് എല്ലാം നിഷ്പ്രഭമാക്കിക്കൊണ്ട്, ഇതാണ് മോർണിംഗിൽ വന്ന സെല്ലിങ്, ഏകദേശം 7400 സെല്ലിങ് മോർണിംഗിൽ വന്നായിരുന്നു. ആ സെല്ലിങ് എല്ലാം നിഷ്പ്രഭമാക്കിക്കൊണ്ട് ആശാൻ ഇതാണ് ഫസ്റ്റ് ക്യാൻഡിലിൽ വന്ന നമ്മുടെ സെല്ലിങ്. കൃത്യമായി പറയുകയാണെങ്കിൽ ഈ സെല്ലിങ് വന്നതിന് ശേഷം നമ്മുടെ മാർക്കറ്റ് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇതാണ് സെല്ലിങ് വന്നത്. ഈ കുറേ സെല്ലിങ് വന്നെങ്കിൽ കൂടെ ഈ സെല്ലെല്ലാം മോർണിംഗ് കവറായിക്കൊണ്ട് തിരിച്ച് മാർക്കറ്റ് കൃത്യമായിട്ട് കയറി. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് ഇന്ന് ഈ വന്ന മോർണിംഗ് സെല്ലൊക്കെ കൃത്യമായിട്ട് മാറ്റിക്കൊണ്ട് അവസാന നിമിഷം നോക്കുന്ന സമയത്ത് 14,000-ഓളം പ്ലസ്സിലാണ് ഡെൽറ്റ ക്ലോസ് ആയിരിക്കുന്നത്. അതേപോലെ ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയും ഏകദേശം പറയാൻ 5,230-ഓളം പ്ലസ് ഡെൽറ്റയുടെ ക്ലോസ്. ചുരുക്കി പറഞ്ഞാൽ ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോൾ ഒരു ന്യൂസ് വന്നായിരുന്നു, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പുതിയൊരു ഫിനാൻസ് ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് അതിൽ RBIയുടെ റെഗുലേഷൻസിനെ മാറ്റുന്നത് കുറേ എന്തോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിക്കൊണ്ടുള്ള പുതിയൊരു ഫിനാൻസ് ബില്ല് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ന്യൂസ് കാരണമാണ് ലാസ്റ്റ് വീട്ടിൽ ഒരു മാർക്കറ്റ് മൂവ്മെന്റ് വന്നത്. പ്രത്യേകിച്ച് പറഞ്ഞാൽ ജെ പീരീഡ് ആയപ്പോൾ സമയത്ത് മാർക്കറ്റൊക്കെ കയറുകയും ചെയ്തു. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും എല്ലാം കയറിയാണ് കൃത്യമായിട്ട് ക്ലോസ് ചെയ്തത്. സോ നമുക്ക് മാർക്കറ്റ് പ്രൊഫൈൽ പ്രകാരമുള്ള റിപ്പോർട്ട് നമുക്ക് നോക്കാം. ചുരുക്കി പറഞ്ഞാൽ ഇന്ന് നമ്മുടെ ഡേറ്റയിൽ നമുക്ക് ഇന്ന് വേറെ വലിയ പറയത്തക്ക വലിയ ഡേറ്റാസ് ഒന്നുമില്ല. ഇന്ത്യയുടെ മാനുഫാക്ചറിങ് ഔട്ട്പുട്ട് ഒന്ന് കുറവായിട്ടാണ് വന്നത്. അപ്പോൾ അതൊരു നെഗറ്റീവാണ്. എല്ലാ നെഗറ്റീവും ചേരുമ്പോൾ പോസിറ്റീവ് എന്ന രീതിയിലാണ് നമ്മുടെ മാർക്കറ്റ് നിൽക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ മാർക്കറ്റ് നല്ലൊരു പോസിറ്റീവ് രീതിയിലാണെന്ന് നമ്മുടെ മാർക്കറ്റ് ബിഹേവ് ചെയ്ത്. അപ്പോൾ നാളത്തെ ന്യൂസ് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കും നമ്മുടെ മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത്. ഇല്ല എങ്കിൽ നാളെ മാർക്കറ്റ് വരാനോ, ഇല്ലെങ്കിൽ ഈ വരാൻ പോകുന്ന വെള്ളിയാഴ്ച റിസർവ് ബാങ്കിന്റെ മോണിറ്ററി പോളിസി ഉണ്ട്. സോ ആ വെള്ളിയാഴ്ച വേണമെങ്കിൽ മാർക്കറ്റ് അതനുസരിച്ച് മൂവ് ചെയ്യാം. ഇല്ല എങ്കിൽ അതുവരെ നമുക്കൊരു ബാലൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റവും ഇറക്കും കാണിച്ചുകൊണ്ടൊരു ബാലൻസ് വന്നതിന് ശേഷം വേണമെങ്കിൽ RBIയുടെ മോണിറ്ററി പോളിസിയോട് ചേർന്നൊരു മൂവ്മെന്റ് എത്താനുള്ള ചാൻസ് നിഫ്റ്റിക്ക് വളരെ കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഏതൊക്കെ ലെവലിൽ മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റി കയറും, അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി കയറും, ഫിൻ നിഫ്റ്റി കയറും, അല്ലെങ്കിൽ ഏത് ലെവലാണ് നമുക്ക് ബെയറിഷ് റെഫറൻസ് വരുന്നത് അതിന് താഴെ എങ്ങോട്ട് പോകുന്നൊക്കെ നമുക്ക് മൊത്തത്തിലുള്ള മാർക്കറ്റ് പ്രൊഫൈൽ അനാലിസിസിലേക്ക് നമുക്ക് കടക്കാം. നിഫ്റ്റി നിങ്ങൾ ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഒരു നോർമൽ വേരിയേഷൻ അപ്പ് ഡേ ആയിരുന്നു നിഫ്റ്റി. കൃത്യമായി പറയുകയാണെങ്കിൽ ലാസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ ജെ പീരീഡിൽ വന്ന ന്യൂസ് ആയിരുന്നു മാർക്കറ്റിനെ ഒരു കയറ്റം കൊണ്ട് കയറ്റിയത്. ആ കയറ്റിയത് POC മെർജ് ചെയ്യാൻ അവസരം കൊടുക്കാതെ ഒരു നോർമൽ വേരിയേഷൻ അപ്പ് ഡേ ആയിട്ടാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. POC വന്നിരിക്കുന്നത് 52,155 ഭാഗത്താണ് POC നിൽക്കുന്നത്. ബാങ്ക് നിഫ്റ്റി സംബന്ധിച്ച് വലിയൊരു POCക്ക് ഒരു മാറ്റം ഇല്ലെങ്കിൽ കൂടി ബാങ്ക് നിഫ്റ്റിയുടെ POC 52,155 ഭാഗത്താണ് ബാങ്ക് നിഫ്റ്റിയുടെ POC നിൽക്കുന്നത്. സോ നമുക്ക് നോക്കേണ്ടത് അപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ POC എന്ന് പറയുമ്പോൾ 52,155 ഭാഗത്താണ് POC നിൽക്കുന്നത്. അപ്പോൾ ഞാനത് വ്യക്തമായിട്ടും ചാർട്ടിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ എന്നെ സംബന്ധിച്ച് ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഈ 52,525 മുകളിൽ മാത്രമേ ഞാൻ എൻ്റെ ബുള്ളിഷ് റെഫറൻസ് കാണുന്നുള്ളൂ. സോ 52,525 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ 52,689 അതിന് മുകളിൽ ഈ POC ആയ 52,800 അതിന് മുകളിൽ 53,000 എന്ന് പറഞ്ഞ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു റെഫറൻസ് ഉണ്ടല്ലോ, ആ ഒരു റൗണ്ട് നമ്പർ ഫിഗറിലേക്ക് ബാങ്ക് നിഫ്റ്റി പോകും. സോ 52,000 ഒരു കാര്യം ഓർത്തു, 52,526 നമ്മളെ ബുള്ളിഷ് റെഫറൻസ്. അതിന് മുകളിൽ നിൽക്കുമ്പോൾ 52,689, 52,800, 53,000 എന്ന ലെവലിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ ഇന്നലെ വന്ന ലോ ആയ 52,000, ഞാൻ റൗണ്ട് ഫിഗർ ആയ 52,000 എടുക്കണം. 52,000 പൊട്ടുകയാണെങ്കിൽ മാത്രമേ ബാങ്ക് നിഫ്റ്റി അടിക്കാനും, 52,000 താഴെ നിൽക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ POC 51,700 എന്ന് പറഞ്ഞ 51,800 എന്ന് പറഞ്ഞ ഈ ഒരു സിംഗിൾ പ്രിന്റ് ലൈനും, അതിന് താഴെ 51,643 എന്ന് പറഞ്ഞ ഈ ഒരു സിംഗിൾ പ്രിന്റ് ഫില്ല് ചെയ്യാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റി സംബന്ധിച്ച് കൂടുതലാണ്. സോ 52,000 ബെയറിഷ് റെഫറൻസ്, അതിന് താഴെ നിൽക്കുമ്പോൾ 51,800, 51,643 പറഞ്ഞ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് കൂടുതലാണ്. സോ നാളെ ഫിനാൻസ് ബില്ലിന്റെ റിപ്പോർട്ട് എങ്ങനെയാണോ മാർക്കറ്റ് ബാധിക്കുന്നത് അതനുസരിച്ച് ആ റിപ്പോർട്ട് പുതിയ എന്തെങ്കിലും ഡിസ്കഷൻ
വരുന്നു, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും അമൽമെന്റ് വരണോ, അല്ലെങ്കിൽ ഇതെല്ലാം നമ്മുടെ മാർക്കറ്റിനെ ബാധിക്കും. അത് പോസിറ്റീവായിട്ടും ബാധിക്കും, നെഗറ്റീവ് ആയിരിക്കും. ബാങ്ക് നിഫ്റ്റി എന്നെ സംബന്ധിച്ച് ന്യൂട്രൽ ആയിട്ടാണ് ക്ലോസ് ആകുന്നത്. വലിയൊരു കയറ്റവും ഇല്ല, ഇറക്കവും ഇല്ല. ഈ ഒരു റേഞ്ചിൽ കിടന്ന് ആശം കിടന്ന് വൃത്തമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ, നിഫ്റ്റി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ, നിഫ്റ്റി നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നിഫ്റ്റിയുടെ മാക്രോ പ്രൊഫൈൽ സ്ട്രക്ചർ പ്രകാരം നിഫ്റ്റി ഒരു നോർമൽ വേരിയേഷൻ അപ്പ് ഡേ ആയിരുന്നു നിഫ്റ്റി തന്നത്. എന്താണ്? നിഫ്റ്റി ഒരു നോർമൽ വേരിയേഷൻ അപ്പ് ഡേ ആണ് ആശാൻ തന്നത്. അതിൻ്റെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ അവൻ ഫസ്റ്റ് ടാർഗറ്റും തന്നു, ഓൾമോസ്റ്റ് സെക്കൻഡ് ടാർഗറ്റും തന്നു. അത്രയൊക്കെ ടാർഗറ്റിന് മുകളിൽ പോകാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ല, POC ആ JPL വന്ന ഐയിൽ വന്ന മൂവ്മെൻറ്റ് കാരണം ഒറ്റയടിക്ക് മാർക്കറ്റ് കയറിപ്പോയത് കാരണം ആ POC മെർജ് ചെയ്യാൻ പറ്റാതെ 24,300 ഭാഗത്താണ് POC ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത്. സോ നിഫ്റ്റിയെ സംബന്ധിച്ച് POC എന്ന് പറയുമ്പോൾ 24,300 ഭാഗത്താണ് POC നിൽക്കുന്നത്. ഞാൻ ആ POCയുടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് 24,300 ഭാഗത്ത്. നിഫ്റ്റിയെ സംബന്ധിച്ചുള്ള ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പം ഈ 24,465 എന്നെ സംബന്ധിച്ചുള്ള ബുള്ളിഷ് റെഫറൻസ്. സോ ഇത് 24,465 മുകളിൽ സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ ഒരു HVN സോണായ 24,585 അതിന് മുകളിൽ 24,656 എന്ന് പറഞ്ഞ 1SD ബാൻഡും അതിന് മുകളിൽ 24,705 എന്ന് പറഞ്ഞ ഈ ഒരു പഴയ ഒരു POC വിർജിൻ POCയുടെ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് നിഫ്റ്റി കൂടുതലാണ്. സോ 24,465 മുകളിൽ 24,585, 24,656 ആൻഡ് 24,705 പോകാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. ഇനി നിഫ്റ്റിയുടെ ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ ലോ 24,168. അതാണ് എന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏരിയ. 24,160 താഴെ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ POC 24,086 എന്ന് പറഞ്ഞ ഈ POC അതിന് താഴെ 24 എന്ന് പറയുന്ന റൗണ്ട് ഫിഗർ 24,7 എന്ന് പറഞ്ഞ ഈ ഒരു SD ബാൻഡിൻ്റെ 1SD ബാൻഡിൻ്റെ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ 24,162 താഴെ നിൽക്കുകയാണെങ്കിൽ 24,086, 24,7 എന്ന് പറഞ്ഞ ഈ ഒരു ലെവലിലേക്ക് വരാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. സോ നാളെ ഡേറ്റ എങ്ങനെ ബാധിക്കും അതനുസരിച്ചായിരിക്കും നമ്മുടെ മാർക്കറ്റ് മുന്നോട്ട് പോകുന്നത്. ഇനി നോക്കുകയാണെങ്കിൽ നമ്മളെ ഫിൻ നിഫ്റ്റി. സോ നമ്മളെ ഫിൻ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയെക്കാട്ടിയും കുറച്ചും കൂടെ ആശാൻ ഒരു പോസിറ്റീവ് തന്നായിരുന്നു. ആശാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അവൻ ഒരു എന്തുവാണ് അപ്പോഴ് മോളിൽ ഒരു മൊമെൻ്റം മുകളിലേക്ക് തന്ന് 24,240 മുകളിൽ പോയി. അത് ഫസ്റ്റ് ടാർഗറ്റും തന്നു, സെക്കൻഡ് ടാർഗറ്റും തന്നു. തിരിച്ച് ഈ ഒരു ബുള്ളിഷ് റെഫറൻസ് ആയ 24,243 താഴെയാണ് അവൻ ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ എന്നെ സംബന്ധിച്ച് ഫിൻ നിഫ്റ്റിയുടെ POC ബാങ്ക് നിഫ്റ്റിക്കും POC മെർജ് ചെയ്യാത്തതുപോലെ ഫിൻ നിഫ്റ്റിക്കും POC മെർജ് ചെയ്ത 24,98 ഭാഗത്താണ് ഫിൻ നിഫ്റ്റിയുടെ POC നിൽക്കുന്നത്. 24,988 ഭാഗത്താണ് POC നിൽക്കുന്നത്. സോ എന്നെ സംബന്ധിച്ചുള്ള ബുള്ളിഷ് റെഫറൻസ് പറഞ്ഞാൽ ഈ 24,243 ആണ്. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 24,300, അതിന് മുകളിൽ 348, അതിന് മുകളിൽ 24,405. സോ 24,243 മുകളിൽ 24,300, 348, 405 പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി ബെയറിഷ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ ഫിൻ നിഫ്റ്റിക്ക് മെനങ്ങാന്നൊരു അതായത് 20-ാം തീയതി ഒരു എന്തുവാണ് കഴിഞ്ഞ ആഴ്ച ഒരു ഇത് വന്നായിരുന്നു. അതായത് നമ്മൾ ലാസ്റ്റ് ദിവസം ഫ്രൈഡേ ഒരു ഫെയിൽഡ് ഓപ്ഷൻ വന്നായിരുന്നു. 23,988 ഫെയിൽഡ് ഓപ്ഷൻ വന്നു. സോ അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ മാത്രമേ ഞാൻ എൻ്റെ ബെയറിഷ് റെഫറൻസ് പറഞ്ഞാൽ അതാണ് 23,988. അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ 23,930, അതിന് താഴെ അടുത്തത് 23,856 എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിലേക്ക് വരാനുള്ള ചാൻസ് ഫിൻ നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞ് നാളത്തെ ഫിനാൻസ് ബില്ലിന് എന്തെങ്കിലും പോസിറ്റീവ് മാർക്കറ്റിൽ ഉണ്ടെങ്കിൽ അതനുസരിച്ച് മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഇല്ല എങ്കിൽ ഒരു കാര്യം നിങ്ങളെ മനസ്സിൽ ഓർത്തോളുക, ഇന്നത്തെ POCയുടെ ഭാഗത്തേക്ക് മീൻ റിവേർഷൻ തരാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ്. നാളെ മാർക്കറ്റ് നമ്മളെ ബുള്ളിഷ് റെഫറൻസിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്തിട്ടില്ല എങ്കിൽ നിഫ്റ്റി 24,465 മുകളിലും ഫിൻ നിഫ്റ്റി 24,243 മുകളിലും ബാങ്ക് നിഫ്റ്റി 52,500 മുകളിലും സസ്റ്റെയിൻ ചെയ്തിട്ടില്ല എങ്കിൽ ഇന്നത്തെ POC ആയ 52,155, 24,300, 24,098 എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ എല്ലാവരും ഇന്ന് മോർണിംഗ് ട്രേഡിംഗ് ജേർണി എന്ന് പറയുമ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ബെയർ സ്പ്രെഡ് മോർണിംഗിൽ എടുത്തായിരുന്നു. അത് വെറും 12 പോയിന്റ് സ്റ്റോപ്പ് ലോസിൽ ഞാൻ എക്സിറ്റ് ചെയ്ത് കളഞ്ഞു. കാരണം വച്ചില്ല, വോളിയം കുറവായതുകൊണ്ട് വെക്കണമെന്നൊരു തോന്നി അത് അപ്പം തന്നെ അടിച്ച് കളഞ്ഞു. അത് 2,250, 2,300 ലോസിലാണ് അടിച്ച് കളഞ്ഞത്. അതിനുശേഷം വേറെ ഒരു ട്രേഡ് ചെയ്തില്ല. ഞാൻ ചെയ്തില്ല കാരണം എൻ്റെ റെഫറൻസിന് മുകളിൽ താഴെ നിൽക്കാത്തതുകൊണ്ട് ഞാൻ ട്രേഡ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് ജസ്റ്റ് വാച്ചിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. റൂമിൽ ട്രേഡ് ചെയ്ത ആൾക്കാരുണ്ട്, ഞാൻ പക്ഷേ റൂമിൽ വാച്ച് ചെയ്ത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. സോ നിങ്ങളുടെ ലൈക്കും കമൻറ്റും വളരെ കുറവാണ്. അതെൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പുതിയ വീഡിയോ തരാനും എനിക്ക് നിങ്ങൾക്ക് ലെവൽസ് തരാനും, പലരും പറയും ഫിനിഷ് ലെവൽസ് തരണമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത് ഫിനിഷിൽ ഉൾപ്പെടുത്തിയത്. സോ അങ്ങനെയൊക്കെ തരുന്നെങ്കിൽ നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഷെയർ ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ.
അതില്ല എങ്കിൽ എനിക്ക് എന്ത് പറ്റും, ഒരു പോസിറ്റീവ്സ് ഒന്നുമില്ല. അപ്പോൾ ഞാൻ എന്ത് പറയും, വേണ്ട ഇന്ന് വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന അങ്ങനെ ആ ഒരു ചിന്തയിലേക്ക് ഞാൻ കിടക്കുന്നതാണ്. സോ നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഷെയറും നൽകി എന്നെ പ്രോത്സാഹിപ്പിക്കുക. എൻ്റെ എന്തുവാണ്, നമുക്ക് ഒരുമിച്ച് ട്രേഡ് ചെയ്യാം, ഒരുമിച്ച് വിജയിക്കാം. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു ഈ വീഡിയോ സൈൻ ഓഫ് ചെയ്യുന്നു. നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ. വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് എന്തുവാണ് നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈ, ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്.